നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎയിൽ കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ. ഇന്ന് പുലർച്ചെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴ പെയ്തിരുന്നു. റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്കൊപ്പം ഇടിമിന്നലും അനുഭവപ്പെട്ടു. ഇതിന്റെ ദൃശ്യങ്ങൾ സോം സെന്റർ പങ്കുവച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇന്ന് ഭാഗികമായി മേഘാവൃതവും പൊടി നിറഞ്ഞതുമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഇന്ന് രാവിലെയോടെ കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി നേരത്തെ തന്നെ പ്രവചിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയും ശനിയാഴ്ച രാവിലെയും തീരപ്രദേശങ്ങൾ ഈർപ്പം നിറഞ്ഞതായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. 10 മുതൽ 25 വേഗതയിൽ 40 കിലോമീറ്റർ വേഗത വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ നേരിയ തോതിൽ നിന്ന് മിതമായ കാറ്റ് വീശും. ചില സമയങ്ങളിൽ കിഴക്കോട്ടും വടക്കോട്ടും പൊടിപടലങ്ങൾ വീശുന്നതിന് കാരണമാകും. അറേബ്യൻ ഗൾഫിൽ കടലിലെ അവസ്ഥ നേരിയതോ മിതമായതോ ആയിരിക്കും. ഒമാൻ കടലിൽ രാവിലെ മുതൽ ചില സമയങ്ങളിൽ പ്രക്ഷുബ്ധമായിരിക്കും. പകൽ സമയത്ത് മിതമായതോ നേരിയതോ ആയി മാറും. വ്യാഴാഴ്ച അൽ ഐനിലെ അൽ ഖത്തറിലാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില 49.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. കുവൈറ്റിൽ അടുത്ത ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇപ്പോൾ താപനില രേഖപ്പെടുത്തുന്നത്. അതിനിടെ വെള്ളിയാഴ്ച താപനില 50 മുതൽ 52 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഒത്തൈബി അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 10 മുതൽ 35 കിലോമീറ്റർ വരെ ആയിരിക്കും. കടുത്ത ചൂടായിരിക്കും ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുക. രാജ്യത്തെ ഏറ്റവും കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ഘട്ടം ജൂലൈ മാസമാണ്. കുവൈറ്റിൽ കടുത്ത വേനലിൽ പുറം ജോലിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് ജൂൺ ആദ്യം തന്നെ മധ്യാഹ്ന വിശ്രമം നൽകി തുടങ്ങിയിരുന്നു. മധ്യാഹ്ന വിശ്രമം അനുവദിച്ച 3 മാസം തൊഴിലാളികൾക്ക് വിശ്രമത്തിനുള്ള സൗകര്യവും നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങളും തൊഴിലുടമകൾ നൽകണം. പ്രഥമ പരിചരണം, എയർ കണ്ടീഷണറുകൾ, വേണ്ടത്ര തണുത്ത വെള്ളം എന്നിവയും ലഭ്യമാക്കണം. നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴ ചുമത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പുറം ജോലികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ തൊഴിലാളികൾക്ക് ആവില്ലാത്തതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ അത്യാവശ്യമാണ്. കൊടും ചൂടിൽ ജോലി ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശ്വാസകോശ രോഗികൾ അതീവ ജാഗ്രത പാലിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.